ഹലോ ഹൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട്, പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയും അതിൻ്റെ ഒപ്പം തന്നെ നല്ല മഞ്ഞുണ്ട്. അത് കാരണം തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ കുറേ നേരം ഇങ്ങനെ ആ ഒരു പ്രകൃതി ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഏതപ്പനും ഡൂണുവാണെന്നുണ്ടെങ്കിൽ അകത്തിരുന്ന് ഭയങ്കര ബഹളമായാണ് കേട്ടോ. രണ്ടു പേർക്കും ഇപ്പോൾ ഭയങ്കര കളി കൂടിയേക്കാണ്. അത് മേത്ത് കയറിയിട്ടാണ് ഇരുന്ന് കളിക്കുന്നത് കേട്ടോ. ഏതപ്പൻ ഡോണുവിൻ്റെ മേത്ത് കയറും. ഡോണു ആണെന്നുണ്ടെങ്കിലോ ചേട്ടൻ്റെ തലയിലേക്ക് പിടിച്ച് വലിക്കുക, മുടി പിടിച്ച് വലിക്കുക, മുഖത്ത് ഇങ്ങനെ അടിക്കുക, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഏതപ്പൻ ആസ് യൂഷ്വൽ അവൻ്റെ ആ ഒരു ചുണ്ടുപിടുത്തവും പിച്ചലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ മഴ കാരണം ചെറിയൊരു കാറ്റുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ആ ഒരു കാറ്റിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. വാഴ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം മഴയൊക്കെ മാറിയിട്ട് വേണം, മഴയൊന്ന് തോർന്നിട്ട് വേണം അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നൂലപ്പം ഉണ്ടാക്കാൻ, ചില നാടുകളിൽ നൂലപ്പം പറയും, എൻ്റെ നാട്ടിൽ നൂലപ്പമാണ്, ചിലയിടത്ത് ഇടിയപ്പം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നൂലപ്പം ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതപ്പൻ ദേ വന്ന് നിൽക്കുകയാണ്, അവനാണ് ഉണ്ടാക്കണേ എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടി. അപ്പം എന്തുണ്ടാക്കണേ? പുട്ടാ? ആ പെട്ടെന്ന് ഉണ്ടാക്കിട്ടാ. കൈ കൊണ്ടല്ലേ കുഴയ്ക്കുക പുട്ടിന്, സ്പൂൺ കൊണ്ടാണോ? ഐശോ നമ്മുടെ പൊന്നെ, ഓ നീ ഇത് കാണണ്ട. എൻ്റെ മോൻ വേണം ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടിനെ രണ്ട് വഴിക്കാക്കിയിട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോണു ആണെന്നുണ്ടെങ്കിൽ അവൻ്റെതായ ഈ കളിപ്പാട്ടം വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യാണെന്നുണ്ടെങ്കിൽ ഈ ക്രാഫ്റ്റ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്രേസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു വേസ്റ്റ് പേപ്പറോ എന്ത് സാധനം എവിടെയെങ്കിലും കിടക്കണുണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പേപ്പർ അവിടെ കിടക്കണുണ്ട് കഴിഞ്ഞപ്പോൾ ഐശ്വ അത് വെച്ചിട്ട് ഇതിപ്പിന് സ്റ്റാർ ഉണ്ടാക്കി കൊടുത്ത്, അപ്പോൾ അതും തൂക്കി പിടിച്ച് ഇങ്ങനെ നടക്കാണ്ട് ഐശ്വര്യ ഉണ്ടാക്കി തന്നതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്കും നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, കുറച്ച് സാധനങ്ങൾ കൊടുക്കാനൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ പപ്പ ഉണ്ടായിരുന്നില്ല, അത് കാരണം പിള്ളേരെയും എല്ലാവരെയും കൂട്ടി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണം. എനിക്കാണെന്നുണ്ടെങ്കിൽ പിള്ളേരുള്ളപ്പോൾ ഡ്രൈവ് ചെയ്യാനായിട്ട് അത്ര വലിയ ഇഷ്ടമില്ല. കാരണം ഞങ്ങളുടെ മുമ്പത്തെ വാഗണറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഏത് ഊടുവഴിക്കും കയറ്റായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. പിള്ളേരുണ്ടെങ്കിൽ കേട്ടോ, പിള്ളേരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വഴിക്കും എങ്ങനെ വേണമെങ്കിലും ഒന്ന് പോവും, അത് സീനില്ല. പക്ഷെ പിള്ളേരുള്ളപ്പോൾ ഇച്ചിരി ടാസ്ക്കാണ് എനിക്ക് പോകാനായിട്ട്. അങ്ങനെ പോയി വന്ന് തിരിച്ച് വന്ന് ഞങ്ങളൊരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതാ. പിള്ളേർ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മുറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഇവന്മാരുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ കളിക്കണേന് ഈ ഒരു മുറ്റം. ഇപ്പോൾ ഈ മുറ്റം ഒന്നാമതും മതിലൊക്കെ കെട്ടി ഇങ്ങനെ ക്ലോസ് ചെയ്തേക്കണ കാരണം എങ്ങും പുറത്തേക്ക് ചാടി പോവില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ഇവരെങ്ങനെ ഇറക്കി വിട്ടേക്കാണ് കേട്ടോ. മുൻപൊക്കെ എനിക്ക് ഈ ഡോണുവിനെ മുറ്റത്തിറക്കാൻ പേടിയായിരുന്നു, കാരണം അവൻ കല്ലെടുത്ത് വായിലിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ കണ്ടതുകൊണ്ട് അവൻ വിഴുകിയില്ല, ഞാൻ വായന്നെടുത്ത് കളയുക ചെയ്തത്. അപ്പോൾ എനിക്ക് അവനെ മുറ്റത്തേക്ക് ഇറക്കാനൊക്കെ പേടിയായിരുന്നു. ഞാൻ മുറ്റത്തേക്ക് ഇറക്കൂലായിരുന്നു ഡോണുവിനെ. ഏതപ്പനും അങ്ങനെ വായിലിടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോണു കുറച്ചും കൂടി ഇങ്ങനെ വലുതായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വായിലിടണ ആ ഒരു സ്വഭാവം മാറി. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രായത്തിലും ഓരോ സ്വഭാവങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ആ വായിലിടണ സ്വഭാവമൊക്കെ മാറിക്കഴിഞ്ഞ് നല്ല കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മുറ്റത്തേക്കൊക്കെ ഇറക്കിയത്. പിന്നെ ഡോണുവിനാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഒന്നും ഇടണത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല, വല്ലപ്പോഴൊക്കെ ചെരുപ്പ് ഇടുള്ളൂ. ഇപ്പോൾ ആ ചെരുപ്പ് ഇട്ടാൽ തന്നെ അവൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ട് ചെരുപ്പ് ഇങ്ങനെ തട്ടി 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 ആ ചെരുപ്പ് അങ്ങ് ഊരിയിട്ട് കളയും, എന്നിട്ട് ചെരുപ്പില്ലാണ്ട് നടക്കും. അതാണ് പരിപാടി.
അപ്പോൾ അതേ നമ്മൾ ഗേറ്റ് ഈ മഴയൊക്കെ പെയ്ത കാരണം ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ കല്ല് ഇങ്ങനെ ഇതായിട്ട് കിടക്കുമ്പോൾ ഗേറ്റ് തുറക്കാൻ ഇച്ചിരി പാട് വരും. അപ്പോൾ അമ്മ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലൊക്കെ അടിച്ച് വാരി ഇങ്ങനെ മറ്റേ വെള്ളം അടിച്ച് കളഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അതേപോലെ ഗേറ്റുമ്മയൊക്കെ കുറച്ച് പൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ അങ്ങോട്ട് വെള്ളം അടിച്ച് കഴുകി. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാർക്ക് ഏത് നേരവും ഡ്രസ്സ് മാറ്റിക്കാനാണ് എനിക്ക് നേരമുള്ളൂ. കാരണം മുറ്റത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ പൊടിയാവും. അപ്പോൾ തന്നെ പോയി കുളിപ്പിക്കും, പിന്നെ വീണ്ടും വന്ന് കളിക്കും, പിന്നെയും കുളിപ്പിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 5-6 ജോഡി ഡ്രസ്സെങ്കിലും മാറും കേട്ടോ ഇവന്മാർ. അപ്പോൾ നമുക്കൊരു ഫ്ലിപ്കാർട്ട് അൺബോക്സിങ് ഉണ്ടായിരുന്നു. അത് അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ബാക്കിൽ നമ്മൾ വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വല പോലത്തെ സാധനമാണ്. പക്ഷേ അതിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച ആ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു യൂസിന് ഇത് ഓക്കെ ആണ് എന്ന് തോന്നിയതുകൊണ്ട് നമ്മളത് എടുത്ത് മുറിക്കണതാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ലുക്ക് കണ്ടില്ലേ, ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആൺപിള്ളേരുള്ള ഒട്ടുമിക്ക അമ്മമാരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. പെൺമക്കളെയാണല്ലോ ഇങ്ങനെ ഒരുക്കി നടത്താനായിട്ട് അമ്മമാർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ പെൺമക്കളില്ലാത്ത അമ്മമാർ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആൺമക്കളിങ്ങനെ നൈസായിട്ട് സ്ലൈഡൊക്കെ കുത്തി ഇങ്ങനെ നടത്തിപ്പിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരുക്കിയൊക്കെ നടത്താനൊക്കെ. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിയിച്ച് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡോണുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പം പുറത്ത് പോകണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്കും ഭയങ്കര വിഷമമാണ്. ഇവന്മാരെ കൊണ്ടുപോകണില്ല അല്ലെങ്കിൽ കൊണ്ടുപോകില്ലേ എന്നുള്ള ഒരു മൈൻഡിലൊക്കെയാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ പപ്പ അതേ ഐശുവിന് ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണുണ്ട് കഴിഞ്ഞപ്പോൾ പാപ്പനും മോനും കൂടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഓരോ കസരത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ ഐശുമ്മയുടെ ക്രിസ്മസ് സെലിബ്രേഷന് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് അവൾ ഇടാറുണ്ട്, അവളുടെ ഡ്രസ്സ് ഞാനും ഇടാറുണ്ട്. ഞങ്ങൾ ഒരേ സൈസും വെയിറ്റൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാച്ചാണ് ഓരോ ഡ്രസ്സും. അപ്പോൾ അതെ 2 പേരും അടങ്ങി ഒതുങ്ങിയിരിക്കണു എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ചില സമയത്ത് ഇവന്മാരിങ്ങനെയാണ്, നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ചില സമയത്ത് ഇവരെ പോലെ കുറുമ്പന്മാർ വേറെ ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ വരെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് ചാച്ചന് അയച്ചു കൊടുക്കും. ചാച്ചൻ അത് കാണുമ്പോൾ പറയൂ, എൻ്റെ മക്കളെപ്പോലെ നല്ല കുട്ടികൾ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നാക്കെടുക്കുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു അടി പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഇവന്മാർക്കല്ല ഏതപ്പനാണ് കേട്ടോ. ഏതപ്പന് ഭയങ്കര ക്രേസായി വന്നിട്ടുണ്ട്. അതായത് ഉറങ്ങുമ്പോൾ പോലും ഈ ഒരു കാറും അതേപോലെ അവന് കുറച്ച് കാറുകളുണ്ട്, അവൻ്റെ ഫേവറേറ്റ് കാറുകൾ. അതൊക്കെ അടുത്ത് ഇങ്ങനെ വേണം. അടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരാണോ അടുത്ത് കിടക്കണ ആ ആളെ വിളിച്ചെണീപ്പിച്ചിട്ട് അതങ്ങോട്ട് എടുപ്പിക്കും. അങ്ങനെ വീണ്ടും അകത്തെ കളി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോഴത്തേക്കും നേരെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവന്മാർക്ക് ഇപ്പോൾ ഈ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും ഒരു എന്താ പറയുക റിലീഫാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു വൈകുന്നേരത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരുടെ കളിയും കൂടി അതിൻ്റെ ഇടയിൽ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ തമ്മിൽ വഴക്കും വെക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് കരച്ചിൽ നിർത്താനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്കും ദേഷ്യം വരും ഇവന്മാരുടെ ഈ അടിപിടി കാണുമ്പോൾ കേട്ടോ. വെറുതെ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇരുന്ന് ചൊറിയ തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.